അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഗർഭിണികളാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലോ ഗർഭിണികളുണ്ടോ? എങ്കിൽ ഈ അറിവൊന്ന് അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായും ഉപകാരപ്പെടും. ഗർഭിണികളായ ആളുകൾക്ക് റമളാനിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു അമലുണ്ട്. ആ അമൽ ഞാൻ ആദ്യമൊന്ന് പറയാം. അവർ ചെയ്യേണ്ടത്, ഗർഭിണികൾ അത്താഴത്തിനാണ് ഇത് ചെയ്യേണ്ടത്. അത്താഴത്തിൻ്റെ സമയത്ത് ഭക്ഷണത്തിന് എഴുന്നേൽക്കുമ്പോൾ ആ സമയത്ത് അവർ അവരുടെ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ അവരുടെ വയറ്റത്ത് വെക്കുക. വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ അവരുടെ വയറ്റത്ത് വെക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ടല്ലോ, 99 ഇസ്മുകൾ. ആ ഇസ്മുകളിൽപ്പെട്ട യാ മുബ്ദിഉ യാ അല്ലാഹ്, യാ മുബ്ദിഉ യാ അല്ലാഹ് എന്ന ഇസ്മ വലിയ മഹത്വമുള്ള ഇസ്മാണ്. ഗർഭിണികൾക്കൊക്കെ ഏറ്റവും നല്ല ഇസ്മാണ്. 29 തവണ, 29 തവണ ഗർഭിണികൾ അവരുടെ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ അവരുടെ വയറ്റത്ത് വെച്ച് 29 തവണ യാ മുബ്ദിഉ യാ അല്ലാഹ് എന്ന ഇസ്മ പാരായണം ചെയ്യുക, ചൊല്ലുക. അങ്ങനെ ദുആ, എന്നിട്ട് ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള നേട്ടം എന്താണെന്നറിയോ നിങ്ങൾ? അവരുടെ ഗർഭം അലസിപ്പോകാതിരിക്കാൻ. എത്രയോ കേസുകൾ അങ്ങനെ കേൾക്കാറില്ലേ നമ്മൾ? എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണല്ലോ. അപ്പോൾ അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നവൻ. അപ്പോൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഗർഭം അലസിപ്പോകാതിരിക്കാൻ ഇങ്ങനെ ചൊല്ലുന്നത് കാരണമാകുമെന്ന് പ്രമുഖമായ കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. ഈ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഗർഭിണികളാണെങ്കിൽ നിങ്ങളത് ചെയ്യുക. അല്ല, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഭാര്യമാരോ അല്ലെങ്കിൽ സഹോദരിമാരോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കും. അവരറിയട്ടെ, അങ്ങനെ അവരൊക്കെ ചൊല്ലട്ടെ, നന്മകളിൽ പങ്കാളികളാവട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. വീണ്ടും കാണാം ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.